നല്ല ചൂട് ചായയും ബട്ടർ ഇട്ട ബണ്ണും കിട്ടാത്ത വിഷമത്തിൽ ഒരാളിവിടെ കിടക്കുന്നുണ്ട്. ആളുടെ വിഷമം മാറ്റാനായിട്ട് ഞങ്ങളൊന്ന് ബീച്ച് വരെ കൊണ്ടുപോകാന്ന് വിചാരിച്ചു. ബീച്ചിൽ നിന്ന് കേട്ടപ്പോൾ തലപ്പൊക്കി നോക്കണ കണ്ടോ. അങ്ങനെ ഞങ്ങൾ ചാടിപ്പടഞ്ഞ് ബീച്ചിലെത്തിയപ്പോഴോ അവിടെ ഉണ്ടടാ ഒരു ലോഡ് ആൾക്കാർ. സമാധാനമായിട്ടൊന്ന് ബീച്ച് കാണാമെന്ന് വിചാരിച്ചതാ. പക്ഷെ വന്ന സമയം ചെറുതായിട്ടൊന്ന് പാളിപ്പോയായിരുന്നു. എന്തായാലും വന്നതല്ലേ, എന്നാൽ പിന്നെ കാലൊന്ന് നനച്ചേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ ഉണ്ടാപ്പിയും കൊണ്ട് കടലിലോട്ടൊന്ന് ഇറങ്ങി. അപ്പോൾ ഉണ്ടാപ്പി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എക്സൈറ്റ്മെൻറ്റും ആവേശമൊക്കെ കൂടുതലായ കാരണം ഞങ്ങൾ കാര്യമായിട്ട രീതിയിൽ നല്ല കളിയിലായിരുന്നു. അങ്ങനെ കളിച്ച് കളിച്ച് കളി കാര്യമായിരുന്നു കേട്ടിട്ടുള്ളൂ, ഇപ്പം ഞങ്ങൾ കണ്ടു. ഉണ്ടാപ്പിനെ കൊണ്ട് ഞങ്ങൾ തത്തക പിത്തക തത്തക പിത്തക നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിലുണ്ടാ വലിയൊരു തിര പെട്ടെന്ന് കയറി വന്നു. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നായിരുന്നു ആ തിര വന്നത്. എന്തോ ഭാഗ്യത്തിന് ക്യാമറയ്ക്കും കുട്ടിക്കും ഒന്നും പറ്റിയില്ല. പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു അടി കിട്ടിയ പോലെയായിരുന്നു ഞങ്ങൾക്ക്. പെട്ടെന്ന് ഞാനും അയ്യോ എന്ത് പറ്റി എന്നുള്ള രീതിയിൽ ഞങ്ങളെല്ലാവരും പകച്ചു. ബേബീസായിട്ട് നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോഴും അതേപോലെ ബീച്ചിലേക്കൊക്കെ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. കാരണം പെട്ടെന്നായിരിക്കും അപ്രതീക്ഷിതമായി എന്തെങ്കിലുമൊക്കെ സംഭവിക്കുക.